ഹായ് കൂട്ടുകാരെ, നമ്മളിന്നൊരു കുഞ്ഞ് ബ്ലോഗാണ്. അബിക്കുട്ടന് തലേന്ന് പെട്ടെന്ന് പനി പിടിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ കാണിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ 6:30ക്കുള്ള പാസഞ്ചറിൽ ട്രിവാൻഡ്രത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ കയറി ഇടുന്നതിന് അബിക്കുട്ടന് സൈഡ് സീറ്റിങ്ങണമെന്ന് വാശി പിടിച്ചു. അപ്പോൾ ട്രെയിനിലുള്ളവരെന്നൊക്കെ നല്ല സഹകരണമായിരുന്നു കേട്ടോ. അങ്ങനെ അവരെ പിടിച്ച് അടുത്തിരുത്തി കേട്ടോ. ട്രിവാൻഡ്രത്ത് ഒരു 8:30 ആയപ്പോൾ എത്തി. അപ്പോഴേക്കും നല്ല തിരക്കായിരുന്നു. നമ്മൾ വന്ന പാസഞ്ചറിൽ രാവിലെ ജോലിക്കാർ ഒക്കെ വരുന്ന ട്രെയിനാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഫുൾ തിരക്കായിരുന്നു ട്രെയിനിൽ. റെയിൽവേ സ്റ്റേഷനിൽ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം ട്രെയിൻ ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോകണം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഒന്നും കഴിച്ചില്ല. അപ്പോൾ നമ്മൾ വന്ന ട്രെയിനാണ് ഈ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ സൈഡിൽ തന്നെ റെയിൽവേ സ്റ്റേഷന് അവിടെ ചേർന്നുള്ളൊരു ഫുഡ് കഫേയിൽ തന്നെയാണ് ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയത്. അങ്ങനെ ഇവിടെ ഞാൻ രണ്ടാമത്തെ വട്ടമാണ് ഈ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറുന്നത്. ഞാൻ ആദ്യം അബിക്കുട്ടിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നാണ് മസാല ദോശ കഴിച്ചത്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ കയറി മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ സാമ്പാർ, ചട്നി, അങ്ങനെ മസാല ദോശ, ചായ അത്രയും ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ടേസ്റ്റ് ഇന്നില്ലായിരുന്നു കേട്ടോ, ഒരുമാതിരി ഇരുന്നു. എന്നിരുന്നാലും നമ്മൾ കഴിച്ചു. അബിക്കുട്ടിന് ചുമ കാരണം കഴിക്കാൻ ഭയങ്കര മടിയായിരുന്നു. എന്നിരുന്നാലും കുറച്ച് കഴിച്ചു കേട്ടോ. അബിക്കുട്ടിന് മുമ്പ് 2 ആഴ്ച അടുപ്പിച്ച് പനി വന്നപ്പോൾ ഞങ്ങൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലാണ് അഡ്മിറ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് അവന് പനി കുറഞ്ഞത് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പനി വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ചത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് വേഗം ഇറങ്ങി റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലോട്ട് പോകാണ് കേട്ടോ. പോകുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോയ്ക്ക്, ടാക്സിക്ക് ഒക്കെ ആൾക്കാർ വന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ നേരെ ബസ്സിലാണ് പോകാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം മുമ്പൊക്കെ മെഡിക്കൽ കോളേജിൽ പോകുമ്പോഴെല്ലാം നമ്മൾ ഓട്ടോയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഓട്ടോയിലാണെങ്കിൽ ചാർജ് കൂടുതലാണ് കേട്ടോ. 150 രൂപ, 200 രൂപ വരെയൊക്കെ നമുക്ക് ഓട്ടോ ചാർജ് മേടിച്ചിട്ടുണ്ട്. പിന്നീടാണ് നമുക്ക് അമളി മനസ്സിലായത് ബസ് എപ്പോഴും ഉണ്ട് മെഡിക്കൽ കോളേജിലേക്ക്. ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷൻ്റെ ആ സൈഡിൽ നിന്ന് തന്നെ നമുക്ക് ട്രാൻസ്പോർട്ട് ബസ് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ സൈശേട്ടനാണ് എന്നെ ഇങ്ങനെ ബസ്സിൽ പോകാൻ ശീലിപ്പിച്ചത്. അപ്പോൾ നമുക്ക് ലാഭം അതാണ്. 15 രൂപ കൊടുത്താൽ നമ്മൾ മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടിറക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെയുള്ള സമയങ്ങളിലെല്ലാം ഞങ്ങൾ ബസ്സിൽ തന്നെയാണ് പോകുന്നത്. അങ്ങനെ ഞാനും അബിക്കുട്ടനും ബസ്സിൽ കയറിയിരുന്ന ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. എപ്പോഴും ബസ്സുണ്ട്. അപ്പം നമ്മൾ വന്ന് ബസ്സിൽ ആൾ ഫുള്ളായി കഴിഞ്ഞ ഉടനെ ബസ് എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞു, നമ്മൾ മെഡിക്കൽ കോളേജിലെത്തി. അത് കഴിഞ്ഞിട്ട് ഒരു ഓട്ടോ പിടിച്ച് SITയിലേക്ക് പോകണം കേട്ടോ. SIT ചെന്ന് കുട്ടികളുടെ വാർഡിൽ OP ടിക്കറ്റ് എടുക്കുന്നിടത്ത് ചെന്നപ്പോൾ ഒടുക്കത്തെ തിരക്ക്. ഞാൻ നോക്കിയപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നിടത്താണ് തിരക്ക്. OP ടിക്കറ്റ് എടുക്കുന്നിടത്ത് തിരക്ക് കുറവായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വേഗം ചെന്നിട്ട് OP ടിക്കറ്റ് എടുത്തു. OP ടിക്കറ്റ് എടുത്തതിന് ശേഷം അബിക്കുട്ടിന് പനി ചെക്ക് ചെയ്തു. 97 ഡിഗ്രി പനിയല്ലായിരുന്നു കേട്ടോ. അബിക്കുട്ടിന് ചുമയാണ്, പ്രശ്നം നിർത്താതെ ചുമയായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ നിറയെ തിരക്കായത് കാരണം 12-1 മണിയാവാറായി ഡോക്ടറെ കണ്ടപ്പോൾ കേട്ടോ. ഡോക്ടറെ കണ്ടിട്ട് നമ്മൾ വേഗം വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ പനിക്കുള്ള ഒരു മരുന്ന് തന്നു, പാരസെറ്റമോൾ സിറപ്പ് തന്നു. പിന്നെ നമുക്ക് അബിക്കുട്ടിന് ചുമയുള്ളതുകൊണ്ട് ചുമയ്ക്കുള്ളൊരു സിറപ്പ് തന്നു. പിന്നെ മൂക്കിലേക്ക് നാസൽ ഡ്രോപ്പും തന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകാനായിട്ട് ഇറങ്ങി. അപ്പോഴത്തേക്കും തന്നെ 1 മണിയാവാറായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഹോട്ടലിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് ഇറങ്ങിയെടുത്ത് നല്ലൊരു ഹോട്ടലുണ്ട്. നമ്മളവിടെ പോയി ഫുഡ് കഴിച്ചു. അവിയൽ, ബീട്രൂട്ട് തോരൻ, പിന്നെ നാരങ്ങ അച്ചാർ, പാവയ്ക്ക പച്ചടി, പപ്പടം, പരിപ്പ് കറി, സാമ്പാർ ഒക്കെ കൂട്ടി നല്ലൊരു ഊണായിരുന്നു. അത് കഴിച്ചിട്ട് നമ്മൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെത്തി. പ്രൈവറ്റ് ബസ്സിലാണ് നമ്മൾ കയറിയത്. അത് പെട്ടെന്ന് എടുക്കും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ബസ്സിൽ കയറി. അപ്പോൾ അബിക്കുട്ടന് അവിടെ നിന്നൊരു ടോയ്സ് മേടിച്ചെടുത്തായിരുന്നു, കളിക്കുന്നൊരു ഫോണ്. അവൻ അതിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ തന്നെ നിറയെ ട്രാൻസ്പോർട്ട് ബസ്സും ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ പ്രൈവറ്റിൽ കയറി പെട്ടെന്ന് എത്തും എന്നുള്ളത് കൊണ്ട് തന്നെ വരുന്ന വഴിക്ക് നമ്മൾ സെക്രട്ടേറിയറ്റിന് മുന്നിലൂടെയാണ് വന്നത്. അപ്പോൾ അവിടെ നല്ല എന്തോ സമരമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. നല്ല തിരക്കൊക്കെ ആയിരുന്നു, ബഹളവും കാര്യവും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ വീഡിയോ പിടിച്ചു. ഞാൻ പാർലമെൻറ്റിൻ്റെ മുന്നിൽ കൂടെയൊക്കെ, നിയമസഭയുടെ മുന്നിൽ കൂടെയൊക്കെ വന്നായിരുന്നു. ഞാൻ വീഡിയോ പിടിച്ചില്ല, ഞാനത് മുന്നേ പിടിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ. പിന്നെ നമ്മളൊരു കപ്പലണ്ടി മേടിച്ചിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടോ. ട്രെയിൻ വരാറായി. നമ്മളങ്ങനെ അവിടെ കപ്പലണ്ടി നിന്നിട്ട് വെയിറ്റ് ചെയ്തിരുന്നു. ട്രെയിൻ എത്തിയപ്പോൾ ഉച്ചയ്ക്കുള്ള ട്രെയിൻ ആയതുകൊണ്ട് അതും പാസഞ്ചറാണ്, അതിലാരുമില്ല. അപ്പോൾ ആളൊക്കെ ഒഴിഞ്ഞാണ് വന്നത്. ഞാൻ ഇരിക്കുന്ന കമ്പാർട്ട്മെൻറ്റിൽ തന്നെ വേറൊരു കൊച്ചുണ്ടായിരുന്നു. ആ കൊച്ചുകൊണ്ട് ഞാൻ കമ്പനിയായി നമ്മൾ സംസാരിച്ച് പറഞ്ഞ് പോകണം. അപ്പോൾ അബിക്കുട്ടിൻ്റെ കോപ്രായം കണ്ടില്ലേ, അവന് ഒറ്റയ്ക്കൊക്കെ ഇങ്ങനെ ട്രെയിനിൽ ആരും ഇല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ അവിടെ കിടന്ന് ഓടി കളിച്ചു.
വെളിയിൽ കാണുന്ന സംഭവങ്ങളെല്ലാം അബുക്കുട്ടൻ എന്നെ വിളിച്ച് കാണിക്കും കേട്ടോ. പിന്നെ കുറേ കഴിഞ്ഞിട്ട് അബുക്കുട്ടന് ഉറക്കം വന്നു. അപ്പം ഞാൻ പറഞ്ഞ് കിടന്ന് ഉറങ്ങാൻ പറഞ്ഞിട്ട് ആൾ ഉറങ്ങുന്നില്ല. കുറേ കഴിഞ്ഞ് നമ്മളിങ്ങനെ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ നല്ല ഭംഗിയാണ്, നല്ല കുളങ്ങളും പിന്നെ കാട് പോലത്തെ സ്ഥലങ്ങളൊക്കെ കണ്ട് നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ. ഒരു ദിവസം പോയതേ അറിഞ്ഞില്ല. പിന്നെ അബുക്കുട്ടന് പനി കുറവുള്ളതായതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിനൊരു സമാധാനം ഉണ്ടായിരുന്നു. ചുമ മാത്രമല്ലായിരുന്നു. പിന്നെ അബുക്കുട്ടൻ ഉറക്കമായി കേട്ടോ. ഉറക്കമായപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റോപ്പ് എത്താറായി. ഞാൻ അബുക്കുട്ടനെ തൂക്കിയെടുത്തിട്ട് വേഗം നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി. നമ്മളെ ട്രെയിനാണ് ഈ പോകുന്നത്. അത് കന്യാകുമാരിക്ക് പോവുകയാണ് കേട്ടോ ഈ ട്രെയിൻ. അപ്പോഴേക്കും അബുക്കുട്ടൻ ഉണന്നിട്ട് പിന്നെ നമ്മളെ സ്ഥലമായതുകൊണ്ട് ആൾക്കറിയാവുന്നതുകൊണ്ട് ഓടി ഇങ്ങനെ പോവുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തൊരു കടയിൽ നിന്ന് ചായ കുടിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനാണ്. കാരണം 3 മണി ആയതേ ഉള്ളൂ. സൈഷേട്ടന് 6 മണിക്ക് ജോലി കഴിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ നമ്മൾ സൈഷേട്ടനെ കാത്തിരിക്കുന്ന അർത്ഥമില്ല. അങ്ങനെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ് ബസ് കയറി പോകാൻ. അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലെ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് നമ്മൾ ചോദിച്ചിട്ട് ഒരു ബസ് കയറിയതാണ് കേട്ടോ. എനിക്ക് ബോർഡൊന്നും വായിക്കാൻ അറിയില്ല. അങ്ങനെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് സൈഷേട്ടൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് കടയ്ക്ക് പോയി ചിക്കൻ എടുത്തുകൊണ്ട് വന്നു. നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നത്. പിന്നെ വിചാരിച്ച് വീട്ടിൽ വെച്ച് കഴിക്കാമെന്ന്. അങ്ങനെ നമ്മൾ ചിക്കൻ മേടിച്ചു, ചിക്കൻ കറി വെച്ചു. സൈഷേട്ടൻ എനിക്ക് ഫുള്ളും ഹെൽപ്പ് ചെയ്തു തന്നു. ചിക്കനൊക്കെ അരിഞ്ഞു, ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞു തന്നു. ഞാൻ കറി വെച്ചു കേട്ടോ. പിന്നെ നമ്മൾ ഹാഫ് ബോയിൽഡ് ചപ്പാത്തിയാണ് മേടിച്ചത്. ചപ്പാത്തി അതുകൊണ്ട് തന്നെ ചിക്കൻ കറി പെട്ടെന്ന് റെഡിയായി. ഒരു 9 മണിയൊക്കെ ആയപ്പോൾ ഫുഡ് റെഡിയായി. അങ്ങനെ ഞങ്ങൾ രാത്രി ചപ്പാത്തിയും ചിക്കനും കഴിച്ചിട്ട് അബിക്കുട്ടൻ്റെ അമ്മയുടെ നിന്ന് കഞ്ഞി മേടിച്ചു കൊടുത്തു കേട്ടോ. ചൂട് കഞ്ഞി മേടിച്ച് അബിക്കുട്ടന് കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം നിർത്തുന്നു. താങ്ക് യു.